നമ്മളെ വാപ്പാടെ ഉമ്മ, ഉസ്താദിന്റെ ഉമ്മ ഒരിക്കലും രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ അവർക്കൊരു മേജർ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഓപ്പറേഷൻ അല്ല, 8-9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുറത്ത് നട്ടലിന്റെ ഭാഗത്തുള്ള മേജർ ഓപ്പറേഷൻ. ചെറുങ്ങനെ പഴച്ചാൽ വലിയ കോൺസിക്വൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഓപ്പറേഷൻ. നമ്മളെല്ലാം ബേജാറായി പുറത്തിരിക്കുക. അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത്, ഞാനുണ്ട്, വാപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. 8-9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ. ആ ഓപ്പറേഷന് ശേഷം ഡോക്ടർ വന്നു, അൽഹംദുലില്ലാ ഓപ്പറേഷനൊക്കെ സക്സസ് ആയി, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. അത്രയും നേരം ദുആയും ദിക്റൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിരിക്കുകയായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഉമ്മാക്ക് ചെറുങ്ങനെ ബോധം വരുന്ന സമയത്ത്, ചെറുങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ പോയി കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ ഉമ്മാനെ കാണാൻ, സ്വന്തം ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ കമിഴ്ത്തി കിടത്തിയിട്ടാണ് ഉള്ളത്, തലയിങ്ങനെ ചിരിച്ചു വെച്ചിട്ടുണ്ട്, ചെറുങ്ങനെ ബോധം വന്നിട്ടുണ്ട്, ചെറുങ്ങനെ നാവക്കാനൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞു. ഉമ്മ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ വലിയ സഹായത്താൽ ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആയി. എത്ര മണിക്കൂറാണെന്നറിയോ? 8-9 മണിക്കൂറായി ഉമ്മാനെ ഇങ്ങനെ കിടത്തിയിട്ട്. അവർ ഉമ്മയുടെ ശരീരം ഇങ്ങനെ കീറി മുറിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് ഉപ്പ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. ആ സമയത്ത് ഞരങ്ങിയ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, വിക്കിക്കൊണ്ട് ആ ഉമ്മ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചൊരു വാക്കാണ്. ഉമ്മ പതുക്കെ ഉപ്പാനോട് ചോദിക്കുക, അല്ലോടാ മോനെ, 8-9 മണിക്കൂറായിട്ട് നീ പുറത്ത് നിൽക്കുമായിരുന്നല്ലടാ. 8-9 മണിക്കൂറായിട്ട് നീ പുറത്ത്, നിനക്ക് മുട്ടുവേനും നടുവേനൊക്കെ ഉള്ളതല്ലേ, നീ അവിടെ അങ്ങനെ റൂമിൽ പോയി ഇരുന്നാൽ പോരായിരുന്നോ, നീ എന്തിനാടാ നിൽക്കുമായിരുന്നല്ലടാ. അല്ലാഹു അക്ബർ. തന്റെ ശരീരത്തെ കീറി മുറിച്ച് മരണതുല്യമായ വേദന സഹിച്ച് കിടക്കുമ്പോഴും ആ ഉമ്മാക്ക് ബേജാർ എന്തിനെ കുറിച്ചാ? പുറത്ത് നിന്ന് വേദന എടുക്കുന്ന മകന്റെ കാലിന്റെ മുട്ടിന്റെയും നടുവിനെയും പറ്റിയിട്ടാണ് ആ ഉമ്മാക്ക് ബേജാർ. നീ നിൽക്കുമായിരുന്നോടാ, അവിടെ കാണാൻ പോയിരുന്നാൽ പോരായിരുന്നോ, ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. അപ്പൊ ഉമ്മയെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, ഉമ്മയെ നിർവചിക്കാൻ പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ പറ്റുമെന്നല്ലാതെ അതിന് നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റും. ഇത്രയും വലിയ സ്നേഹത്തിന്റെ കടലാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെക്കുറിച്ച് ഒരുപാട് നമ്മളോട് വസിയത്ത് ചെയ്തത്.